Hi friends, welcome to Ammu's World. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ആണ്. ഇതിൽ ഞാനൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് സോസിന്റെ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ചോക്ലേറ്റ് ഹോം മെയ്ഡ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത്. ഇത് സ്പോഞ്ച് കേക്ക് ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇതിന്റെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാഞ്ഞത്. സ്പഞ്ച് കേക്ക് അമേരിക്കൻ സ്പഞ്ച് കേക്ക് ആണ്. എഗ്സ് ബീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് നല്ല ഹൈറ്റിൽ വരുന്ന ഒരു കേക്കാണിത്. അപ്പൊ ഞാൻ ആദ്യം കേക്ക് ഇതായിപ്പോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചൂടാറാനായിട്ട് ഞാൻ ഈ വയർ റാക്കിലേക്ക് ഒന്ന് വെച്ചേക്കാണ്. അത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഐസിങ് വെച്ച് ചെയ്യാം. അപ്പൊ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോ ഇത് ഞാനൊരു സൈഡിലേക്ക് ഒന്ന് വെക്കാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു സീവ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഈ ഒരു അരിപ്പ വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് കൊക്കോ പൊടി ഇതായിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. ഇപ്പോൾ പൊടിക്കാത്തുള്ളതാണ്. ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. അപ്പൊ ഞാനിതൊന്ന് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. വേറൊരു കാര്യം, നിങ്ങൾക്ക് വലിയ തരിയുള്ള നാട്ടിലൊക്കെ കിട്ടുന്ന പഞ്ചസാര ആണെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കാൻ പറ്റില്ല. പഞ്ചസാര പൊടി തന്നെ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒന്ന് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അതുകൊണ്ടാണ് ഞാനിത് പൊടിക്കാഞ്ഞത്. ഇതപ്പൊ കുറച്ച് വലിയ തരിയുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് സീവില്. ബാക്കിയെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ പൊടി മെഷർ ചെയ്ത അതേ കപ്പിലാണ് പാൽ അളന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു കൊക്കോ പൗഡറിന്റെ കളർ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മിക്സ്ചർ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ബാച്ചായിട്ട് ഇട്ടാൽ മതി. ഇനി അടുത്ത ബാച്ചും കൂടി ഇടാം. ഞാനിപ്പോ ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം സ്റ്റൗവിൽ വെച്ചിട്ട്. ഇങ്ങനെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയി കിട്ടണം. ഇനിയാണ് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഞാനിപ്പോ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറുകി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോരുത്. ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പൊ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് നല്ല കട്ടിയായിട്ട് വരും. നിങ്ങൾക്ക് ഏത് തിക്നെസ് ആണ് വേണ്ടത് ആ തിക്നെസ്സിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ടു ലോയിൽ തന്നെ വെക്കണം. കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. ഇത് ഇപ്പൊ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഞാൻ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഇത്രയും തിക്കായിട്ടുണ്ട്. മതി. ഇനി ഇത് ഇരിക്കുമ്പോ കുറച്ചും കൂടി ഇതൊന്ന് തിക്കാവും. സോ ഇപ്പൊ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. നന്നായിട്ട് നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമ്മുടെ ചോക്ലേറ്റ് സോസിന്. അതിനു വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. അത് ഈ ചൂടത്ത് തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് അലിഞ്ഞോളും. ഇത് നന്നായി ചൂടായിരിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് നന്നായിട്ടൊരു ഗ്ലേസിങ് വരും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1-2 ടീസ്പൂൺ 1-2 തുള്ളി വാനില എസൻസും കൂടി ചേർക്കാം. വാനിലയുടെ ഒരു ഫ്ലേവറും കൂടി വരാനായിട്ട്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വാനിലയുടെ ഒരു ഫ്ലേവറും കൂടി വരും. അതിനുശേഷം ഇത് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിക്കാം. അതിനുശേഷം നമുക്ക് കേക്ക്സിലോ ഡെസേർട്സിലോ അതല്ലെങ്കിൽ സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചോക്ലേറ്റ് സോസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളാണ് നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡിയാക്കാം. എന്താ കൺസിസ്റ്റൻസി കണ്ടല്ലോ. ഇപ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. എവിടെ വേണമെങ്കിലും നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റിന് ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകണം. ഞാൻ നേരത്തെയുള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല.
ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. 3 ലെയേഴ്സായിട്ട് കേക്ക് കട്ട് ചെയ്യാനാണ്. നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്ലീൻ ബൗളിലേക്ക് എടുത്ത് ഞാൻ ഇതുപോലത്തെ കുപ്പിയിലാണ് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. ഒരു കപ്പ്, 1.5 കറക്റ്റ് എടുക്കുന്നില്ല, കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് സ്റ്റിഫ് പീക്ക് ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. കുനിച്ചിട്ടുണ്ടെങ്കിൽ വീഴത്തുമില്ല. ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക്. അപ്പം ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. തുടച്ചെടുക്കുക. ഞാൻ ഈ വെച്ചിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ക്രംസ് വീണിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇതിൽ സെന്ററിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഓഫ് കേക്ക് വെക്കാം. അപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. ഇതിലൊന്ന് ക്രീം അപ്ലൈ ചെയ്യാം. കുറച്ച് ക്രീം ഞാൻ വിപ്പ് ചെയ്തതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലാവിഷായിട്ട് എല്ലാ ലെയേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഫ്ലവർ വരയ്ക്കാൻ ക്രീം തികയാതെ വരും. എനിക്ക് എപ്പോഴും പറ്റുന്ന കാര്യമാണത്. കാരണം നമ്മൾ ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. ലാസ്റ്റ് ക്രീം തീർന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇനി ഫ്ലവേഴ്സ് വരയ്ക്കാനില്ല എന്ന്. അപ്പം ഞാൻ ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് സോസ് ആണ്. അതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെയർ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്. അപ്പൊ ദാ നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കാം. ഓക്കെ, ഇനി സെയിം റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ചു കൊടുത്തിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതൊരു ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് 3 ലെയേഴ്സും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഇനി ഒരു 10 മിനിറ്റ്സിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് നീറ്റായിട്ട് കവർ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. നല്ലൊരു ലെയറായിട്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് നല്ലൊരു ക്വാണ്ടിറ്റി മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. ദെൻ നമുക്ക് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള നല്ലൊരു ചോക്ലേറ്റ് സോസായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സൈഡിൽ കൂടെ സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്ലൈറ്റായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടും സൈഡിൽ കൂടെ. ഇതിപ്പോൾ ഫുള്ള് ഡ്രിപ്പിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ സൈഡിലും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊന്ന് ഫ്ലവേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതായിപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമിൽ ഞാനൊരു സ്റ്റാർ നോസിൽ ഇട്ടിട്ട് 1M എന്ന് പറഞ്ഞിട്ടുള്ള നോസിലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അത് വെച്ചിട്ട് ഞാനൊന്ന് സ്വെൾസ് വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും ഹേർട്ട് ഷേപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് എല്ലാ സൈഡിലും ഞാനൊന്ന് സ്വെൾസ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ മേളിലായതുകൊണ്ട് ഈ വൈറ്റ് വരയ്ക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വേറെ പ്രത്യേകിച്ച് ഡിസൈൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ സെയിം നോസിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു ഷെൽ ബോർഡർ പോലെ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു വൈറ്റ് ബോർഡറും കൂടെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്കൊരു ബർത്ത്ഡേ കേക്കായിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിൽ പേരെഴുതാനുണ്ട്. അതും കൂടിയേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ സെൻറ്ററിൽ അപ്പോൾ എനിക്ക് സ്ഥലം വേണം പേരെഴുതാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് പേരെഴുതിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പേര് എഴുതിയിട്ടുണ്ട്. അതേ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് പേര് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ക്രീം ഫില്ലിംഗ് ഉള്ള ഒരു കേക്ക്, ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്